എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെയില്ലേ എനിക്ക് പറയാൻ തോന്നുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ കണ്ട് അങ്ങും ചീത്തവിളികളുടെ ഒരു ഘോഷയാത്ര. ഇവിടെ നിന്ന് അങ്ങോട്ട് ചീത്ത വിളിച്ചൊരു വീഡിയോ ഇടും, അപ്പോൾ തന്നെ ഇവിടെ ചീത്ത വിളിച്ച് വീഡിയോ ഇടും. അപ്പോൾ അതിന് പ്രതികാരം ഇവിടെ നിന്ന് വീണ്ടും, അവിടുത്തെ പ്രതികാരം വീണ്ടും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയോട് വിളി. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നത്? നമ്മളൊരു വീട്ടിൽ കിടന്നിട്ട് ബഹളം കൂട്ടിയാൽ വീട്ടിലുള്ള ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഈ അടിപിടി കാണാനുള്ളത്. അപ്പോൾ ഇവരുടെ ഇമേജിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് അതായത് അവരല്ല സംസാരിക്കുന്നത്, അവരുടെ ഇമോഷൻസാണ് സംസാരിക്കുന്നത്. ഇമോഷൻസ് സംസാരിക്കാനായിട്ടൊരു അവസരം നമ്മൾ കൊടുക്കരുത്. സംഭവിക്കും, നമുക്ക് ചില സമയങ്ങളിൽ പിടിവിട്ട് പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അത് 2-3 പേരുടെ നടുക്കാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ ഇത് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇവരുടെയൊക്കെ ചിന്താഗതികൾ എന്താണെന്ന്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയണമെന്ന് തോന്നിയത്, ഇമോഷൻസിനെ സംസാരിക്കാൻ അനുവദിക്കരുത്. എന്തെങ്കിലും ഒരു അപവാദ പ്രചരണമോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അതൊരാൾ പറയുമ്പോൾ നമുക്കത് നമുക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. ആ ദേഷ്യം വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ നിശബ്ദമായിരിക്കുക, ഒരു 2-3 ദിവസം ഒന്ന് ശാന്തമായി ഇരുന്ന് നോക്ക്. അപ്പോഴേക്കും നമുക്ക് പല പല ഐഡിയകളും നമ്മുടെ മനസ്സിലേക്ക് വരും. ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, പണ്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഫലമുള്ള മരത്തിലെ കല്ലെറിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമുക്കൊന്ന് ഒതുങ്ങിയിട്ട് സാവധാനം ചിന്തിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ അത് അപ്പം തന്നെ ഇവിടെ ഒരു വീഡിയോ ചെയ്താൽ അത് കേട്ടപാടി അപ്പം തന്നെ ക്യാമറ വെച്ച് അടുത്ത വീഡിയോ എടുത്ത് അപ്ലോഡാക്കി കഴിഞ്ഞ് എന്താണ് ആളുകൾ ഇങ്ങനെയൊന്നും ഒരു പിടുത്തവും കിട്ടണില്ല. ഒന്ന് ചിന്തിക്കണ്ടേ. ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ഈ അപവാദ പ്രചാരണം നടത്തുന്ന ആളുകൾക്കെതിരെ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അവരെത്ര വീഡിയോ ഇടും, അത് കഴിഞ്ഞാൽ അവർ തന്നെ നാണം കെട്ടത് നിർത്തും. ഇതങ്ങനെയല്ല, ഇവിടെ നിന്ന് പ്രതികരണം വരുമ്പോൾ അവർക്ക് കണ്ടൻറ് ഉണ്ടാകണേണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർക്ക് വീഡിയോ എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യണ വീഡിയോ ആണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് വിവരം കെട്ട വീഡിയോകളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഇവർ തമ്മിൽ ഞാൻ ഇങ്ങനെ ഇടാം അപ്പോൾ നീ ഇങ്ങനെ ഇട് എന്ന് പറഞ്ഞിട്ടാണോ ഇവർ വീഡിയോ ഇടുന്നത് എന്ന് പോലും സംശയം തോന്നും. എന്ത് തന്നെ ആയാലും നമ്മളുടെ നിത്യജീവിതത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് ഫാമിലിയുടെ അകത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിരിക്കുക. ഏറ്റവും വലിയ ആയുധമാണ്, എതിരാളിക്കുള്ള ഏറ്റവും വലിയ ആയുധമാണ് സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളത്. എത്ര പ്രാവശ്യം അവർ നമ്മൾക്കെതിരെ പറയും, അവസാനം അവർ തന്നെ തളരും, അവർ തന്നെ നാണം കെടും. അതിൻ്റെ ഒരു മറുപടി, ദൈവം കാലം കരുതി വെച്ചിരിക്കുന്ന ഒരു മറുപടി നമ്മളുടെ മുന്നിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ കിടന്നിട്ട് അടിപിടി ഉണ്ടാക്കാതെ, നമുക്ക് ടെൻഷൻ ഭയങ്കര ഒരു ദേഷ്യം വന്ന് അവരോട് ഭയങ്കര വൈരാഗ്യം വന്നെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഒന്ന് സൈലൻ്റ് ആകുക. 2 ദിവസത്തേക്കൊന്ന് സൈലൻ്റ് ആകുക. ഈ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോകും. നമുക്ക് വേറെ പല ഐഡിയകളും മനസ്സിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നാറ്. അതാണ് ഏറ്റവും വലിയ നാണക്കേടും ഈ ശത്രുക്കൾക്ക്. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലാണ് അവർക്ക് നാണക്കേട് ഉണ്ടാവുക. അപ്പോൾ അത് പോട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഗതി അബദ്ധത്തിൽ മേടിച്ചതാണ്, പിള്ളേരുടെ ബെഡിലിടാൻ മേടിച്ചിട്ട് അവിടെയും ചെറുതാണ്. അപ്പോൾ പുതിയ ബെഡ് മേടിക്കാൻ തന്നെയാണ് തീരുമാനം. വേറെ ബെഡ്ഷീറ്റ് മേടിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ആ ബെഡ്ഷീറ്റ് എനിക്ക് തിരിച്ച് കൊടുക്കാൻ തോന്നിയില്ല. അത് രണ്ടും, ഒരു ബ്ലൂവും ഗ്രീനും, ഇപ്പോൾ ഇട്ടത് ഗ്രീനാണ്, അതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ കുറേ പുതിയ ബെഡ്ഷീറ്റുകൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഈ ഒരു ബെഡിൽ ഇടാൻ പറ്റുള്ളൂ, അവരുടെ ബെഡിൽ ഇടാൻ പറ്റില്ല, ചെറുതായിരിക്കും. അപ്പോൾ ഇല്ലേ, ഇന്ന് പൊടികളെല്ലാം തീർന്നിരിക്കുന്നതാണ്. നമുക്കിനി പൊടികളൊക്കെ മേടിച്ചാൽ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത്തിരി ഗോതമ്പ് പൊടി അത് തികയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒരു പാക്കറ്റ് പനീർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും, നമ്മൾ തലേദിവസം പനീർ റോളായിരുന്നു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേഗം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നും ഈ പനീർ റോളും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികളുടെ ആ ഒരു കൊതി മാറി കിട്ടുമല്ലോ. റിച്ചാനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ.
ഞാൻ പറഞ്ഞിരുന്നില്ല, പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അത് വേഗം തന്നെ അവർ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സാറ്റിനെ കൊച്ച് വന്ന്, ജോലിയുള്ള ദിവസം തന്നെയാണ്, തിങ്കളാഴ്ച പോകണ്ട, ചൊവ്വാഴ്ചയാണ് പോകേണ്ടത്, എന്തെങ്കിലും ജോലിയുണ്ട്, ഭയങ്കര ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കൊച്ചിന് അതിൻ്റേതായ ടെൻഷനുകളും എല്ലാം ഉണ്ട്. നമ്മൾ അധ്വാനം, ശാരീരിക അധ്വാനങ്ങൾ അല്ലാത്തൊരു ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ ഇരുന്നാൽ മതിയെന്നും. അങ്ങനെയല്ല, അവരുടെ തലച്ചോറാണ് വർക്ക് ചെയ്യുന്നതും അവർക്കതിൻ്റെ ടെൻഷനും തളർച്ചയും വിഷമതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ചപ്പാത്തിയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇന്നലത്തെ പോലെ തന്നെ കേട്ടോ, കുറച്ച് ഇന്നിപ്പോൾ തൈരും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തൈരൊക്കെ ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വറുക്കണ പാത്രത്തിൽ തന്നെ ഞാനിങ്ങോട്ട് തൈരും ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ഇട്ട് ഉപ്പ് ചേർത്ത് ഇത്തിരി തൈരും കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തു. അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് സവാള, തക്കാളി, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോസ്, ആ തക്കാളിയുടെ കൂട്ടത്തിനൊക്കെ സോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, സോസും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫില്ലിങ് ആക്കുക. പിന്നെ ഇപ്പോൾ ആ മസാലയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് മാജിക് മസാല, അത് മാത്രമല്ല കേട്ടോ, അതിന് വലിയ ബ്രാൻഡൊന്നുമില്ല. ഒരാൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ബ്രാൻഡാണ്, പ്രത്യേകിച്ച് ബ്രാൻഡില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്രാൻഡില്ലാത്ത പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത്, മാഗിയുടേത് കിട്ടിയിട്ട് എനിക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. മാഗി മസാലയുടെ അതേ ടേസ്റ്റ് തന്നെ, എരിവുമൊക്കെ കൂടുതലാണ്, ഇതിനധികം എരിവൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇല്ലേ, കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാറ്റർ ബാക്കി വന്നത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാറ്റർ ഏതായാലും കല്ല് ചൂടായി കിടക്കണമല്ലേന്ന് ചോദിച്ച് ഞാനത് ദോശ ഉണ്ടാക്കി. പിന്നെ ഇത്തിരി സാമ്പാറൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പം ഞാനില്ലേ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ കല്ലിൽ തന്നെയല്ലേ ദോശ ഉണ്ടാക്കിയത്. ഇത് ഇഡ്ഡലി ബാറ്ററുമാണ്, ദോശക്കുള്ള ബാറ്ററും അല്ല. എങ്കിൽ പോലും ഇത് അടിക്ക് പിടിക്കാതെയൊക്കെ വേഗം പോരുന്നത്. അപ്പം ചില ആളുകളിങ്ങനെ പറയൂല, ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ വേറെ ഇതിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും, ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം ഉണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചപ്പാത്തിയുടെ അതിൽ ദോശ പിടിക്കും, അതുകൊണ്ട് ദോശയ്ക്ക് വേണ്ടി മാത്രം ഒരെണ്ണം ഒരു ചട്ടി ഉണ്ടെന്നൊക്കെ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ തന്നെയല്ലേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്, അതിൽ തന്നെയല്ലേ ദോശയും ഉണ്ടാക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ കിട്ടണ കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഞാൻ പുഴുക്കലരിയൊന്നും ചേർത്ത് അരച്ചിട്ടുമില്ല, പെട്ടെന്ന് തന്നെ വിട്ടുപോരുന്നുണ്ട്, ഇത് വെറുതെ ചോറ് ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് നല്ല ചൂടായി കിടക്കുന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ ദോശമാവ് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ഞാൻ മൂന്നെണ്ണം വെച്ച് വെച്ചിട്ട് പിന്നെ ഒരു 6 കൂടി ഉണ്ട്, അത് ആവശ്യക്കാർക്ക് വീണ്ടും എടുത്ത് കഴിക്കാം. കാരണം ഞാൻ ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് ദോശ കണ്ട ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കും കഴിക്കാൻ ഞാൻ ദോശ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളും അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊച്ചിന് കാഴ്ച കാണിച്ചു കൊടുത്തിട്ടും വന്നേടാ. കൊച്ചിങ്ങനെ തിരികെയൊന്നുമില്ല, കൊച്ചു കാഴ്ചയാണേ നോക്കിയും കൂടി ഇല്ല, കൊച്ചു കാഴ്ച കാണുന്നതാണ്. കൊച്ചിന് കാഴ്ച കാണാനാണ് ഇഷ്ടം. കൊച്ചിനെ അങ്ങനെ നോക്കണമെന്നുണ്ടായി, ചേട്ടൻ തിരിഞ്ഞു കൊടുത്താണ് മുത്തച്ചിയാണിത്. അവിടെ പോവാണ്ടാവിച്ചിട്ട് മുഖം നോക്കടാ വെച്ച് അങ്ങനെയൊക്കെയാണ് ഇരിക്കണം. ഇരുട്ട് അവിടെ പോവാനാണ് അവിടെ മുത്ത്. ഈ കുടുംബത്തിൽ വിശ്വസിക്കാവുന്ന ഒരേ ഒരു സാധനമാണിത്, വേറെ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റൂല. ഞാനടക്കമുള്ള ജീവികളെ വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ഒരിക്കലും കാല് മാറാതെ നമ്മളുടെ സ്നേഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജീവികളാണ് ഈ ഡോഗുകൾ. വേറെ ഒരു മൃഗത്തിനും ഒരു ജീവിക്കും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ.
ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ പെറ്റ്സിൻ്റെ എത്ര എക്സ്പെൻസീവായിട്ടുള്ള ഹോസ്പിറ്റലുകളും പെറ്റ് ഷോപ്പുകൾ, അവരുടെ ഫുഡിൻ്റെ ആക്സസറീസിൻ്റെയും ഷോപ്പുകൾ, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ എത്ര കടകളാണ് പുതിയത് വരുന്നത്. കാരണം ആളുകളത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ കടകളെല്ലാം പുതിയ പുതിയ ഇതെല്ലാം തുടങ്ങുന്ന കാര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊടികളെല്ലാം തീർന്ന് നിൽക്കണോ, അപ്പോൾ നാളത്തേക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് പപ്പ ഇത്തിരി പൊടികളൊക്കെ മേടിച്ചിട്ടുണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് പപ്പനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പോയി കടയിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ വാട്സാപ്പിലാണ് ടൈപ്പ് ചെയ്ത് വിട്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ ചില ഇങ്ങനെ പേപ്പറിൽ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അത് എഴുതണ വരെയും പപ്പ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാകുമ്പോൾ പപ്പ പോയി അവിടെ എത്തുന്ന നേരം കൊണ്ട് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പപ്പനെ പറഞ്ഞു വിട്ടിട്ട് സാധനങ്ങൾ മേടിപ്പിച്ചാണ് കേട്ടോ. കുറച്ച് പൊടികൾ മാത്രം മതി, കൂടുതൽ സാധനങ്ങൾ വേണ്ട. പിന്നെ ഇത്തിരി മുട്ട കുറച്ചുണ്ട്. അപ്പോൾ ഇന്ന് 12 മുട്ട മാത്രം മേടിച്ചാൽ മതി, ബാക്കി മുട്ട ഫ്രിഡ്ജിലുണ്ട്, 24 മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത്തിരി തുണി വിരിക്കാനുള്ളതൊന്ന് വിരിച്ചാണ്. കാരണം നമ്മൾ ശനി ഞായറും പള്ളിയിൽ പോയ ദിവസം ഇതുകൊണ്ടേ നമുക്ക് കല്ലേലൊന്നും അലക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലങ്ങനെ തുണികൾ കൂടിക്കിടന്ന് വെച്ച് പിന്നെ ഞാൻ പപ്പയുടെ ബെഡ്ഷീറ്റും എൻ്റെ ബെഡ്ഷീറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അതെല്ലാം കൂടി വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു മെഷീനിൽ. അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്തിട്ട് തന്നെയുള്ള അലക്കണം, കൈ കൊണ്ട് തന്നെ അലക്കണം, എനിക്കത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ആ തുണികൾ വിരിച്ച്, അപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റുകൾ ബാക്കിൽ വിരിക്കാനുള്ള ബാക്കിലും ഫ്രണ്ടിൽ തുണികൾ നമ്മുടെ ഡ്രസ്സുകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് റിച്ചാർഡും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നവിടെ വെച്ച് മോളിൽ നിന്ന്. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇവരുടെ വാഷിങ്ങിന് ഉണ്ടെന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം സാരിനെ കുറച്ച് കൈ കൊണ്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഞാൻ ആദ്യം എടുത്ത് മാറ്റിയത് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അത് അടുത്ത ദിവസം കഴിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ടാങ്കിലെ വെള്ളം കാലിയായി പോണേണ് ഈ ഒരു വാഷിങ് കഴിയുമ്പോൾ മെഷീൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പുറത്തിട്ടൊക്കെ കഴുകണത്. പിന്നെ കറണ്ട് കാശൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇത്തവണ 3000 സംതിങ് കറണ്ട് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം ഇപ്പോൾ റിച്ചാർഡ് മുകളിലേക്ക് മാറിയതിന് ശേഷം ഒരുപാട് നേരം AC ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറണ്ട് കൂടുമെന്ന് വിചാരിച്ചെങ്കിലും ഒട്ടും തന്നെ ഇല്ല, നേരത്തെ തന്നെയും കുറേയാണ് ചെയ്തേക്കണം. അപ്പോൾ ഈ ലേക്ക് കാണുന്നത് സാമ്പാർ പൊടി, കൈരളിയുടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് പപ്പ മേടിച്ചാണ്ട സാമ്പാർ പൊടി, കൈരളിയുടെ തന്നെ ഗരം മസാലയാണ് നേരത്തെ കാണിച്ചത്. പിന്നെ ഈ കോഫി പൗഡറും അതുണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് പപ്പ മേടിക്കണം കേട്ടോ. അപ്പോൾ മറ്റുള്ളതൊക്കെ മട്ടാഞ്ചേരിയിലെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഗരം മസാല എത്ര രൂപയായിരുന്നത് എനിക്കറിയാൻ പാടില്ല, പപ്പ മേടിച്ചുകൊണ്ട് പപ്പയ്ക്ക് അറിയാൻ പാടില്ല, ഞാൻ ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ ഗരം മസാലയും സാമ്പാർ പൊടിയും 1 കിലോ വെച്ചിട്ട് മേടിക്കും. നേരത്തെയൊക്കെ ഞാൻ ഗരം മസാല പൊടിച്ചല്ലേ എടുക്കുക. ഇപ്പോൾ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, നല്ലൊരു ഗരം മസാല തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ബീന ജോഷി എന്ന് പറഞ്ഞ ചേച്ചിയാണ് എന്നോട് പറഞ്ഞു തന്നത്. സ്വപ്ന അതവിടെ ഉണ്ട്, ഇങ്ങനെ ഗരം മസാലയും സാമ്പാർ പൊടി നമുക്ക് വേണ്ടത് തൂക്കി മേടിക്കാം എന്ന്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഇപ്പോൾ സാധാരണ മേടിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ സാമ്പാർ പൊടി മേടിച്ചിട്ട് സാമ്പാർ ഭയങ്കര എരിവാർന്നെന്ന് പറഞ്ഞായിരുന്നു നിറപറട. അപ്പോൾ അതവിടെ മാറ്റി വെച്ച്. അപ്പോൾ ഞാൻ ഇത്തിരി സാമ്പാർ പൊടി ഇങ്ങനെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഇത് വെളുത്തുള്ളി ഒന്നും പൊളിക്കാത്തതൊന്നുമില്ല, എല്ലായിടത്തും പൊളിച്ച്. സവാള കുറച്ചും കൂടി ഉണ്ട്, 1 കിലോ സവാള പൊളിക്കാത്തതുണ്ട്. ബാക്കിയുള്ളതെല്ലാം പൊളിച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് അത് കഴുകി ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റി. അപ്പോൾ ഇല്ലേ, ഇന്ന് ഞാൻ ചോദിച്ചു ഇന്ന് എന്തൊക്കെ അറിയാൻ വെക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡിന് പരിപ്പ് കറി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പരിപ്പ് കറിയാണ് വെക്കണത്. അപ്പോൾ എനിക്കിന്ന് സാറ്റിനെ കൊച്ചിന് കൊടുക്കാൻ ബിരിയാണിയുള്ള ധൈര്യമുണ്ട്. അപ്പോൾ സാറ്റിനൊക്കെ 2 നേരം കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. അപ്പോൾ റിച്ചാന് വേണ്ടാന്ന് പറഞ്ഞു ബിരിയാണി. അവനിവിടെ ബിരിയാണി വെക്കണ്ടെന്നാൻ പറയണില്ല. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് വേണ്ട, അത് സാറ്റിനൊക്കെ 2 നേരം ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞ്. അപ്പോൾ സാറ്റിനൊക്കെ എന്തായാലും ബിരിയാണി ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് പരിപ്പ് കറി ഞങ്ങൾ പരിപ്പ് കറി മാത്രം ഇട്ട് കഴിച്ചിട്ടാണ്. അപ്പോൾ അതേ പരിപ്പ് കറി അത് റിച്ചാനിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന പരിപ്പ് കറി എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ. അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു ദോശ ഇത്തിരി കട്ടിയുള്ള ദോശയായിരുന്നു ആദ്യം ഉണ്ടാക്കിയ ദോശ, ഇത്തിരി കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ദോശ മാത്രമാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പ ചോറും പരിപ്പ് കറിയും പപ്പയ്ക്ക് ഇഷ്ടമാണ്, അത് കഴിച്ച്. അപ്പോൾ അങ്ങനെ ഇന്ന് വൈകുന്നേരം ഗിൽഡ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓറൽസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ. അതെടുത്ത് റോൾ, പക്ഷേ ചായ തീർന്നുപോയി. ആ പാത്രത്തിൽ വെച്ച് തന്നെ തിന്നേതായാലും അതിനൊന്നും വേണ്ട, താനോട് അത് ഇതൊക്കെ എടുത്ത് തിന്നാതെ വെച്ചേക്കണേ. തുറക്കണ്ടോ? അങ്ങനെ തന്നെ അങ്ങോട്ട് വായിൽ വെച്ച് തിന്നോളൂ. ഇതിപ്പോ ഇത്തിരി ഹാർഡായിട്ടുണ്ട് ഇവിടെ, ഇപ്പൊ ചൂടാക്കി കഴിഞ്ഞിട്ടേ
അതൊക്കെ അങ്ങോട്ട് തിന്നി എങ്ങോട്ട് ചാടി കയറണ റൂബി എങ്ങോട്ട് കയറണ റൂബി എങ്ങോട്ട് കയറണ നീ വെപ്രാളോണ് എന്താണ് താൻ തിന്നി ഞാൻ ഇല്ല അത് കൊടുക്കണ്ട അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ ഇപ്പം ഇത് തിന്നും ചിലപ്പോൾ വാ കുഞ്ഞിന് തരാം മമ്മി അത് കണ്ട അതിൻ്റെ അടിയിലേക്ക് കിടക്കണുണ്ടോ അങ്ങനെയൊക്കെ എറിഞ്ഞിട്ടാലേ തിന്നുള്ളൂ എന്നിട്ടും കൂടി തിന്നാതെ എന്താണ് ചിലപ്പോൾ അത് തന്നെ തിന്നോണ്ടിരിക്കും ഇത് കൊടുക്കട്ടെ വേഗം തിന്നോ പറ്റൂല അത് വേണമെന്ന് അത് തന്നെ തീറ്റ തിന്നാതെ ഇരിക്കണ പിള്ളേർ അടുത്ത വീട്ടിൽ പോയി തിന്നണ പോലെ കൊള്ളാം നന്നായിപ്പോയി ഇവിടെ ഫെരിട കൊതുകുണ്ട് അവളെ കുട്ടിക്കൊണ്ടൊക്കെ കൊതുക് അയ്യോ ഫാൻ കോട്ടപ്പള്ളിയിൽ ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ അമരാപ്പള്ളിയിലാണ് പോണത് അല്ല ഞങ്ങൾ 9:30 പോണത് നിങ്ങൾക്ക് കാലത്ത് കുർബാനൊക്കെ അല്ലേ എനിക്ക് കൊടുക്കണ്ട നിങ്ങൾ കല്യാണം അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം ഗിൽഡ വന്നത്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു ചപ്പാത്തി റോള് ഞാൻ അവിടെ ഇരുന്ന് വെച്ചത് ഒന്ന് കഴിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതായിരുന്നു. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത്തിരി തയ്ക്കാൻ സാറ്റിനോടെ കൊടുത്തത് മേടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എനിക്കിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഈ ഒരു ഉള്ളിലിടുന്ന ആണുങ്ങളുടെ ബനിയാനില്ലേ, കയ്യുള്ള ബനിയാൻ, അത് 3 എണ്ണം പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 300 രൂപയാണ് അതിന്. അപ്പോൾ അത് വന്നതാണ്. പിന്നെ നമ്മൾ ഈ ഹിപ്സ്റ്റർ പാൻറ്റീസ് ഇത് ഓർഡർ ചെയ്ത് നോക്കി ഇനി 4 എണ്ണം കിട്ടുമെന്നറിയാൻ വേണ്ടി. അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. 2 യൂണിറ്റ് ഓർഡർ ചെയ്യണം. അപ്പം നമ്മൾ 2 യൂണിറ്റ് ഓർഡർ ചെയ്യുമ്പോൾ 4 എണ്ണം വരണ്ടേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഓർഡർ ചെയ്തിട്ട് 2 എണ്ണം മാത്രമാണ് വന്നത്. അപ്പോൾ ഇത്തവണ ഒന്നുകൂടി ഓർഡർ ചെയ്ത് അപ്പോഴും 2 എണ്ണം മാത്രമാണ് വന്നത്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ സാറ്റിനൊക്കെ കൊടുത്ത്, ആദ്യത്തേതിൽ നിന്നും ഒരെണ്ണം ഞാൻ സാറ്റിനൊക്കെ കൊടുത്ത്, അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അത് ഷെയർ ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നടക്കാൻ പോയി. അപ്പോൾ ഇന്ന് പപ്പ നമ്മളുടെ ചെറിയ ഗ്രൗണ്ടിൻ്റെ അകത്തുള്ള ഇത്തിരി അസൗകര്യങ്ങളൊക്കെ എനിക്കൊന്ന് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ടിന് ചുറ്റും ലൈറ്റൊക്കെ ഇട്ട്, ഇനിയിപ്പോൾ ഓണം ആയല്ല, അപ്പോൾ അതുകൊണ്ട് ലൈറ്റൊക്കെ തെളിയിച്ചിട്ടുണ്ട്. നേരത്തെ ലൈറ്റും ഇല്ല, അത് ഇരുട്ടായിട്ട് കിടന്നുകൊണ്ട് നമുക്ക് അവിടെ നടക്കാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര തെന്നലുമായിരുന്നു. ഇപ്പം അങ്ങനെ ആ ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് നടക്കാനൊന്നും താല്പര്യമില്ല. പക്ഷേ ഇവിടുത്തെ അവസ്ഥ മോശമായതുകൊണ്ട് മാത്രമാണ് അപ്പുറത്ത് പോയി നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ തന്നെ നടക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ റയനുള്ള സമയത്താണെങ്കിൽ റയൻ എനിക്ക് ഷൂസൊക്കെ ഇട്ട് തരും കേട്ടോ. വയറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ടൊക്കെ ഇടുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റയൻ അതൊക്കെ ഇട്ട് തരും കേട്ടോ. പിന്നെ ഇപ്പോൾ റിച്ചാർഡാണ് എനിക്ക് ഇട്ട് തന്നത്. അപ്പോൾ അവിടെ ഞാൻ ഈ കെട്ടഴിക്കാതെ തന്നെ ഷൂസ് ഇടുവേ, കെട്ടണ്ടേ എന്നുള്ളൊരു മടിക്ക്. അപ്പോൾ കെട്ടഴിച്ചിട്ടിടും മമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ ഇതിങ്ങനെ തന്നെ ഇടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാട്ട് ഇഷ്ടമുള്ളതൊക്കെ സെറ്റ് ചെയ്ത്, ആ പാട്ടിൻ്റെ മിക്സൊക്കെ സെറ്റ് ചെയ്ത് അത് ഇട്ട് വെച്ച്, പിന്നെ ആ നടക്കാനുള്ള വാക്കിങ്ങിൻ്റെ അതൊക്കെ സെറ്റ് ചെയ്ത്, അങ്ങനെ പപ്പ എന്നെ കാവലായിട്ട് അവിടെ നേരത്തെ തന്നെ വന്നിരിപ്പുണ്ട്. ഞാനിപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 6:45 ഇപ്പോൾ പ്രാർത്ഥനയുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്